ഷാഫി, ആര്യാടൻ മുഹമ്മദിന്റെ മണ്ണ് ഷൗക്കത്ത് തിരിച്ചു പിടിക്കും. ചോദ്യം കേട്ടില്ല, പക്ഷേ നിലമ്പൂരിലെ ജനങ്ങളുടെ ഉത്തരം ക്ലിയറാ. ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചിരിക്കും. UDF നിലമ്പൂരും കേരളവും പിടിച്ചിരിക്കും. നിലമ്പൂർ ആര്യാടൻ ഷൗക്കത്ത് പിടിച്ചിരിക്കും, കേരളം കൂടി പിടിച്ചിരിക്കും എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായി അറിയാം, ഇത് കേവലം ഒരു മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഉള്ള ഒരു ആവേശമല്ല. അടുത്ത 5 വർഷത്തേക്ക് കേരളം പിടിക്കാനുള്ള UDFന്റെ ഒരു സെമി ഫൈനൽ പോരാട്ടം കൂടിയാണ് എന്ന് വ്യക്തമാകും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ആഴ്ചകളായി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നിരവധി ആളുകൾ എത്തി. ഇനിയും അല്പദൂരം കൂടി കഴിഞ്ഞാൽ മാത്രമേ ഈ UDFന് നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് എത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും 3 ആഴ്ച നീണ്ടുനിന്ന വാശിയേറിയ പോരാട്ടങ്ങളുടെ പ്രചരണങ്ങളുടെ പരിസമാപ്തിയാണ് നടക്കുന്നത്. ആ പരിസമാപ്തി വിജയമാക്കുക, അത് ആഘോഷമാക്കുക എന്നുള്ള കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. വാഹനത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, അതുപോലെ തന്നെ PK ഫിറോസ് അടക്കമുള്ള നിരവധി നേതാക്കളും ജനപ്രതിനിധികളായ ആളുകളും ഉണ്ട്. ഇത് ഈ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പ് PV അൻവർ ഒപ്പമില്ല, പക്ഷേ ഒറ്റയ്ക്ക് തന്നെ തങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് UDF തുടക്കം മുതൽ തന്നെ പ്രകടിപ്പിക്കുന്നത്. ഇത് പരാജയം കൈപ്പേറിയതായിരിക്കും UDFന്, പക്ഷേ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് അവർ ഉറച്ചു പറയുന്നത്. അതിനുവേണ്ടി 2 തരത്തിലും, അത് താഴെ തട്ടിൽ MLA-മാരെയും MP-മാരെയും ഇറക്കിക്കൊണ്ടുള്ള പ്രചരണം, അതോടൊപ്പം തന്നെ നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രചരണം, ഈ 2 രീതിയിലുള്ള പ്രചരണവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിസമാപ്തിയിലേക്കാണ് പോകുന്നത്. ഇനി ഏതാനും സമയം മാത്രമാണ് കൊട്ടിക്കലാശം അവസാനിക്കാനുള്ളത്. ഈ ആളുകളെ പരമാവധി ആവേശത്തിലാക്കാൻ എല്ലാ നേതാക്കളും കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സൈഫുദ്ദീൻ, 6 മണി വരെയാണ് കൊട്ടിക്കലാശം. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് 1 മണിക്കൂറും 10 മിനിറ്റും മാത്രമാണ്.